ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് നേരത്തെ വീഡിയോ കൂടെ പറഞ്ഞില്ല. ചേച്ചിക്ക് കുറച്ച് വാചകം പറയാനുണ്ടെന്ന് പറഞ്ഞു. വാചകം ഒന്നും പറയാനില്ല. ഞാനാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഏഞ്ചൽ ചുമ്മാ തള്ളൂന്ന് പറഞ്ഞു ലോകമുള്ള പറ. ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് ആ ഉടുപ്പ് ആദ്യം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചേച്ചി കരഞ്ഞു കുറച്ച് കരഞ്ഞ പോലെ അഭിനയിച്ച്. സത്യം പറയും ചേച്ചിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല, അഭിനയിച്ചത് മാത്രമേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഉടുപ്പ് ചോദിച്ച് പിന്നെ ഞാൻ ആ ഉടുപ്പ് എടുത്ത് കൊടുത്തു. പിന്നെ തന്നെ ഇട്ട് കൊടുത്തു. ആളിനെ കാണിച്ചാൽ ഇതിൻ്റെ ആളെ ഭയങ്കര വിഷമത്തോടെയാണ് ഇരിക്കുന്നത്. മോൻ തന്നെ ഉണ്ട്. എന്താ പറ്റി പറ. ഒരു ഉടുപ്പ് കല്യാണത്തിന് പോയപ്പോൾ ഇവിടെ കറയാക്കിക്കൊണ്ട് വന്നതാണ്. കറയാക്കി പോയല്ല, ഒരു അടുത്ത് പോയിരുന്നു. അത് അങ്ങനെ ഒരു കറ ഉണ്ടായിരുന്നു. അതിനകത്ത് പോയി അവിടെ ഇരുന്നപ്പോൾ അതിനകത്ത് കറയായി. അത്രേ ഉള്ളൂ. ഞാൻ പൊട്ടനാ ശശിയായി മാറി. ശശിയായി പോയി. എല്ലാമാണ് തല്ലണം ഇവരുടെ അടുത്ത് യൂട്യൂബ് ചക്ക എന്നിട്ട് കറയായതാണെന്ന് തോന്നുന്നു. ചേച്ചിക്ക് ഭയങ്കര വശമായ കാര്യങ്ങൾ പറ. ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല. ഞാൻ പറയാം, ചുരുക്കി പറയാം. ഒരു ഡ്രസ്സ് എടുത്ത് 2-3 മണിക്കൂർ എടുത്തിട്ട് ഇതിൽ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കിയാണേ പറയുന്നേ. 3 മണിക്കൂർ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് കണ്ടങ്ങാൻ മുട്ടിയിട്ട് പറയും ചേച്ചി വേണം ഉടുപ്പ്. പിന്നെ കുറേ നേരമായിട്ട് ഞാൻ കളിയാക്കി. ചേച്ചി ഒരു 3.5 വയസ്സുള്ള ഒരു കൊച്ചേ. 3.5 അല്ല, 4.5 ആയില്ല. ഇല്ല 4.25. നമ്മള് പൊളിച്ച് പോക്കം കഴിച്ച് ചേച്ചി. നീ എത്ര പോക്കാണുണ്ട്? എന്റെ പൊന്നോ ആണ്ട എൻ്റെ ആണണ്ട. എൻ്റെ ഇപ്പം ഞാൻ തിന്നാതിരിക്കുകയാണ്. ചേച്ചി പറ, ഇത് ഞാൻ തിന്നു. അവൻ വീട്ടിൽ പോയിട്ട് തിന്നോളെന്ന് പറഞ്ഞു. കടല അല്ല, ഞാൻ തിന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് അസൂയക്കാരുണ്ട് ട്യൂഷൻ വീട്ടിൽ. ഞാൻ അവരുടെയൊക്കെ പേര് പറയാനില്ല. ഈസ്റ്ററാണ്. നാളെ ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നാളെ ഈസ്റ്ററാണ് കേട്ടോ. രാവിലെ പള്ളിപ്പോണം. 5:30 ആവുമ്പം പള്ളി തുടങ്ങും. ഒരു 7 മണിയൊക്കെ ആവും. ഞാൻ പറഞ്ഞു തരാം എവിടെയാണ്. എന്തുവായിരുന്നു വേറെന്തായിരുന്നു? ചർച്ച് കാപ്പിലല്ല ഉണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര വിഷമമാണെന്ന്. ഹലോ പറയൂ. എത്രയാണെന്ന് പറയട്ടെ? 120. അല്ല പിന്നെ 120 വയസ്സുള്ള കുട്ടി അംഗൻവാടി പഠിക്കാറില്ല. 120 പിള്ളേരുന്നല്ലേ വയസ്സ് പറഞ്ഞേ. 120 വയസ്സെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കമന്റ് ചെയ്തേക്ക്. അല്ല ഞാൻ അടിയന്തരമായിരിക്കും നാളെ. അതേ കുട്ടിക്ക് 15 വയസ്സുണ്ട്. 8-ലോ 7-ലോ ഇരിക്കേണ്ട പ്രായം. അല്ല 18 വയസ്സായോ? +2 ഒക്കെ കഴിയേണ്ട സമയമാവും. +2 ശരി. 7-ലാവുമ്പോൾ 13. 13 12. ശരിക്കും വരുന്നത് 7-ലാവുമ്പോൾ 13, 8-ലാവുമ്പോൾ 14, 15. അല്ല 9-ലാവുമ്പോൾ നിങ്ങൾക്ക് നീമോർ എത്ര ക്ലാസ്സിലും പറയണം കേട്ടോ. വീഡിയോ ഈ മാല ഉള്ള ഒരു ലൈക്ക് അടിച്ചേക്കെ, സബ്സ്ക്രൈബും ചെയ്തേക്കെ. എന്നെ ഇപ്പോൾ കൊന്നേനെ. നിങ്ങൾക്ക് ജീവവേ ആർക്ക് കൊടുത്തേന്നറിയാം. കണ്ടിരിക്കുന്നു ജീവവേ. ഞാനോ? ഞാൻ കൊടുത്ത് ഞാൻ കൊടുത്തായിരുന്നു. ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞില്ലായിരുന്നു, അത് കൊടുത്തിയായിരുന്നു കേട്ടോ. തന്നായിരുന്നല്ലോ ചേച്ചി. എത്ര ചേച്ചി തന്നേ? 3 കൊടുത്ത് ചുമ്മാ ഒരെണ്ണം കൊടുത്ത്. പുതിയ ഫയർ ബോൾട്ടിന്റെ ഒന്ന് കാണിച്ചു ചേച്ചി. പിങ്ക് ശരിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ശരി, പിന്നെ ഒരു ദിവസം കാണിച്ചു.
അയ്യോ ഗായ്സ് എനിക്ക് വീട്ടിൽ പോണം ചേട്ടായി പോ എന്തോ പറയണേ ഇവന് പറയാൻ അറിയില്ല. അങ്ങനല്ല തീട്ടോ അത്രയും പോടാ ഇതിന് കമന്റ് അമ്മച്ചി നോക്കുന്നുണ്ടോ സാറേ ബല്ലേ ഹാപ്പി ബർത്ത്ഡേ സാറേ ബല്ലേ ഹാപ്പി ബർത്ത്ഡേ കോമഡി ഇവരുടെ മുഖം കാണുമ്പോൾ ചിരി വരും. പക്ഷെ എൻ്റെ ഫോട്ടോ എനിക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാരണം പറയും. എൻ്റെ മുഖം കാണുമ്പോൾ ഒരാൾ കാണാൻ എന്നെ നടുവരൽ കാണിച്ചു. അത് ഫക്കാണോ അല്ലോ നിന്ന് വളരെയധികം ശാന്തനായിപ്പോയി ഇപ്പോൾ. എനിക്കിഷ്ടമുള്ള ചേച്ചി കറക്റ്റ് 9:30 ആവും കേട്ടോ. 9:24 അത് തെറ്റാ. ഞാൻ തെറ്റിച്ചാ പറയുന്നത്. എനിക്ക് സമയം നോക്കാൻ കറക്റ്റ് സമയം 9:30 ആവും. എണ്ണമ്മ സൗഖ്യമ്മ എന്തത് അവിടെ കൂറ്റ ഡാൻസ് കളിച്ചല്ലേ ഇതൊക്കെ ഡാൻസ് ആണോ ഗായ്സ്? നീ പോയി പറയണം കേട്ടോ. ഇന്ത്യയിലേക്ക് വന്നേ ഒരു വന്നേ ഒരു വന്നേ തൊണ്ടത്ത് ഇവിടെ വന്ന് തുഷ്ടി പെണ്ണ് എൻ്റെ അനീതിയാണ് ഗൈസ്, അല്ലാതെ ഓർമ്മയില്ല കേട്ടോ. നീമാർ അതിനും എല്ലാം കളിയാക്കിയ ടാറ്റ അല്ല വേണ്ട, ടാറ്റയൊക്കെ പിന്നെ പറയാം. നീ ഉണ്ട് കുറേ വീഡിയോ വാ വീഡിയോ വീഡിയോ തുള്ളിക്കളിക്കണ കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞു പുഴുവേ. ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. ആൻസി ചേച്ചി അടുക്കള. ആൻസി ചേച്ചി സോറി നിങ്ങളുടെ പേര് ആൻസി. 8:13 ഇപ്പം. ഇപ്പോൾ സമയമല്ല ഇതിനകത്ത് ഫോണിനകത്ത് മിനിറ്റ്. എന്താ എൻ്റെ പുടവട്ടി ഏഞ്ചലേ ആൻസി ചേച്ചി ആൻസി ചേച്ചി വെള്ളിപ്പോ വിളിക്കുന്നു. ആൻസി ചേച്ചി ആൻസി ചേച്ചി ആൻസി ചേച്ചി ഞാൻ കുറേ നേരമായി അലറുന്നു. ആൻസി ചേച്ചി വെള്ളിപ്പോ വിളിക്കുന്നു. പുതിയ പടക്കമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചോ. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ? ഞാൻ കൊട്ടിൻ്റെ വീഡിയോ അയച്ച് അങ്ങനത്തെ സബ്സ്ക്രൈബ് ചെയ്തില്ല. കൊല്ലുപണം നിന്നെ എൻ്റെ കുടുംബക്കാർ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എനിക്ക് ചെയ്യുന്നില്ല. അല്ല, സുരേഷ് പൊന്നാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർ എനിക്ക് വരാറുണ്ട്. ആ യൂട്യൂബർ നിന്ന് പറയണേ. അത് കീർത്തന ചേച്ചി ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ, അതൊക്കെ രഹസ്യമാണ് ഗായ്സ്, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഭയങ്കര സ്പീഡാണോ? ആടെ ചേച്ചി ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ഡ്രസ്സ് ഒന്ന് കാണിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ഡ്രസ്സ് ആണ്ടാ Hi, how are you?
ഭയങ്കര ഇംഗ്ലീഷുകാരിയോ വേണ്ട ചേച്ചി എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറാണ് എന്താ പറ്റിയതെന്ന് പറയട്ടെ ചേച്ചി. വേണ്ട. ഗൈസ് ഞാനാണെങ്കിൽ ഇല്ലേ സ്കൂളിലില്ലേ ഓടിയപ്പം ടൈലറിന് എൻ്റെ മോനെ സാർ എന്നെ കാലുകെട്ടിയതാണ്. പക്ഷെ അറിയാതെ സാറല്ല ഞാനാണ് കുഴപ്പക്കാരൻ. എന്താണെന്നറിയാം ഞാൻ ഓടിയൊന്നേ സാറ് പാവം. ഞാനിപ്പം കാണിച്ചാൽ പടക്കാം. സാറേ വല്ലേ ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. നാളെ കാണാം. നാളെ കാണും. അപ്പൊ നാളെ ബാബു വീട്ടിൽ കാണുമോ? നാളെ വീട്ടിൽ കാണുമായിരിക്കും. ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാ ബൈ ബൈ ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാ സീ യു. ടാറ്റാ.